അപ്പോൾ ഇനി 4 വീൽ ഇട്ടിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അപ്പോൾ 4 വീൽ ഇടാനായിട്ട് ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുത്തിട്ട് 4 വീലിലേക്ക് നോക്കാം. അപ്പോൾ ഇവിടെ എഴുതി കാണിക്കും 4WD എന്ന് എഴുതി കാണിക്കും. അതൊക്കെ ഭയങ്കര കുഴിയാണ്. ഹലോ, എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മളങ്ങനെ കഴിഞ്ഞ യാത്രയിൽ മൂലമറ്റത്ത് നിന്ന് യാത്ര ആരംഭിച്ച് കവന്ത എന്ന സ്ഥലത്തേക്ക് പോകുന്ന കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചിരുന്നത്. എന്നാൽ കവന്ത എന്ന സ്ഥലത്തേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിച്ചിരുന്നില്ല. അതിനു മുന്നേ ആശ്രമം എന്ന സ്ഥലത്ത് വെച്ച് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആശ്രമം എന്ന സ്ഥലത്ത് നിന്ന് കവന്തയ്ക്ക് പോകുന്ന കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു ബി ബ്രോ സ്റ്റോറീസ്. അങ്ങനെ എന്തായാലും ഇതാ ആശ്രമത്തിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഭംഗിയുള്ളൊരു ഓലമേഞ്ഞ ഷെഡ് കാണാം, സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള അല്ലേ? അതെ അതെ, ഏത് സിനിമയായിരുന്നു? നമ്മുടെ സിനിമ ഇപ്പൊ OTT പ്ലാറ്റ്ഫോമിലൊക്കെ വന്നിട്ടുണ്ട്, ആമസോൺ പ്രൈമിലൊക്കെ ഉണ്ട്. ആണോ? ഓ ശരി. അതെ, അത് കണ്ടാൽ കൂടുതലായിട്ടും ഈ ഒരു പ്രദേശത്തെ കുറിച്ചും ഇവിടെ നടന്നൊരു കഥയാണെന്നാ പറഞ്ഞത്. ഈ ഒരു പ്രദേശവാസി തന്നെ അതിന്റെ കഥയൊക്കെ എഴുതിയേക്കുന്നത്. ഓ ശരി, ഓക്കെ. അപ്പൊ ഇനി ഈ കാണുന്ന വഴിയിലൂടെ അങ്ങനെ അങ്ങ് പോകണം അല്ലേ? അതെ, പടവുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നല്ല പടവുകളുണ്ട്. അത്യാവശ്യം എനിക്ക് വേണം ഒരു 2 വർഷത്തിൽ താഴെയുള്ളൂ ഇത് ഇങ്ങനെ സ്റ്റെപ്പൊക്കെ കെട്ടി നല്ല പെയിന്റ് ഒക്കെ അടിച്ചിട്ട്. നേരത്തെ എങ്ങനെയായിരുന്നു? നേരത്തെ സാധാ സ്റ്റെപ്പ് തന്നെയായിരുന്നു. ഇപ്പൊ കുറച്ച് കളർഫുൾ ആക്കിയിട്ടുണ്ടോ. ഭക്താനന്ദ എന്നൊരു സ്വാമി ഏകദേശം ഒരു 100 വർഷങ്ങൾക്ക് മുമ്പേ, 100 വർഷമാണോ അതിന്റെ അടുത്ത്, ഇവിടെ ഒരു മലയ്ക്ക് അടിവാരത്തിൽ ഒരു ഗുഹയിലിരുന്ന് തപസ്സിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ആ സ്വാമിയുടെ ഒരു ഗുഹയൊക്കെ താഴെയുണ്ട്, പക്ഷെ അങ്ങോട്ട് ഇറങ്ങിപ്പോ റിസ്കാ. അതെ അതെ. അപ്പൊ ആ സ്വാമി അങ്ങോട്ട് അവിടെ തപസ്സിരുന്ന ഗുഹയൊക്കെ ഉണ്ട്. ഞാനൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് വേനൽക്കാലത്തായിരുന്നു. ഇപ്പൊ നല്ല വെള്ളം അവിടെ. വെള്ളം മാത്രമല്ല, അട്ടകടി. അതെ അതെ, അട്ടകടി ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പൊ നമുക്ക് ഈ സ്റ്റെപ്പ് കയറി സ്വാമിയുടെ ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു ക്ഷേത്രമാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലം. ആശ്രമം എന്നാണ് ഇതിന് പറയുന്നത്. ഈ ഒരു സ്ഥലത്തെ ആശ്രമം എന്നാണ് പറയുന്നത്. നമ്മുടെ ബസ്സൊക്കെ ഇവിടം വരെ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോ കവന്തയ്ക്കൊക്കെ പോകുന്ന ആളുകളൊക്കെ ഇവിടുന്ന് ടാക്സിക്ക് വേണം പോകാൻ മേലോട്ട്. ജീപ്പിന് ജീപ്പ് അല്ലെങ്കിൽ ഓട്ടോറിക്ഷയ്ക്ക് വിളിച്ച് പോകും. ഈ സ്റ്റെപ്പിന്റെ അവിടെ ഈ സാധനങ്ങളൊക്കെ പിടിപ്പിച്ച് എനിക്കവിടെ കുറച്ച് നാളായുള്ളൂ. നേരത്തെ ഇങ്ങനെ സ്റ്റെപ്പായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ആശ്രമത്തിലേക്ക് പോകുന്ന വഴിയിലുള്ള വിശേഷങ്ങൾ. എന്തായാലും മുകളിലേക്ക് എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കാം. നമ്മൾ മൂലമറ്റത്ത് ഏകദേശം ഒരു 4 കിലോമീറ്ററോളം യാത്ര ചെയ്ത് ശ്രീ ഭക്താനന്ദ ശബരി ആശ്രമത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നത് കേട്ടോ. ഇവിടെ ഈ ആശ്രമം ഉള്ളവനാണ് ഈ ഒരു സ്ഥലത്തിന് ആശ്രമം എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. ആ കാണുകയാണ് സ്വാമിജി താമസിച്ച ആശ്രമം കേട്ടോ. 150 വർഷത്തോളം മുന്നെയാണ് ഈ സ്വാമി ഈ ഒരു ആശ്രമത്തിൻ്റെ പരിസരത്ത് വന്ന് എന്നാ പറഞ്ഞത് തപസ്സിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇത് വന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ടിപ്പുറത്തെ ഒരു ക്ഷേത്രമാണിത്. അങ്ങനെ സ്വാമി തപസ്സിരുന്നപ്പം ഭദ്രകാളി പ്രത്യക്ഷപ്പെട്ടു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ അതിനോടനുബന്ധമായിട്ടൊരു ക്ഷേത്രം കൂടെ പണിതുണ്ട് കേട്ടോ. പിന്നെ ഈ വലിയൊരു മലയുടെ മുകളിൽ നിന്ന് ഒരു കല്ലൊക്കെ അവിടെ ഉണ്ട്, സ്വാമി തളർന്നു നിർത്തിയെന്നൊക്കെയാണ് പറയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുപാട് ചരിത്രവും മിത്തൊക്കെ കലർന്നാണ് ഈ ഒരു ആശ്രമത്തിൻ്റെ ഏരിയ കേട്ടോ. അപ്പോൾ ഈ ഇതാട്ടോ സ്വാമിയുടെ റൂമല്ലേ ഇത്, താമസിക്കുന്ന സ്ഥലമല്ലേ? ഇതുണ്ടോ? ഗുഹ പോയായിരുന്നു. അപ്പൊ ഇതാണ് ഭക്താനന്ദ സ്വാമി കേട്ടോ. സ്വാമി ഇവിടെ 150 വർഷങ്ങൾക്ക് മുകളിൽ താമസിച്ച അന്നത്തെ പണികളൊക്കെ അല്ലേ ഇത്? അല്ലേ? ഇത് പുറത്തോട്ടുള്ള വാതിലല്ലേ? ഇത് കാലക്രമങ്ങൾ കൊണ്ടുള്ള മാറ്റങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ടൈലൊക്കെ ഇട്ട് ബാക്കിയുള്ള ഭിത്തിയൊക്കെ അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ പണിതുള്ള രീതിയിലാണ് വെച്ചേക്കുന്നത്. രൂപം അല്ലേ എന്ന് വിശ്വസിക്കപ്പെടുന്നു ഭദ്രകാളിയുടെ. ഇനിയിപ്പോ നമ്മൾ കാണാൻ പോകുന്നത് ഇതിന്റെ മുകൾ വശത്ത് എന്താണ്? നേരത്തെ അതെ അല്ലേ, മച്ച്.
ഓ ഇതാണല്ലേ കോണിപ്പടികൾ ചവിട്ടി മുകളിലേക്ക് കയറുമ്പോഴത്തേനും നമ്മൾ മച്ചിൻ്റെ മുകളിലേക്കാണ് എത്തിച്ചേരുന്നത്. കൊള്ളാം. ഇവിടെയൊക്കെ സ്വാമിമാരൊക്കെ താമസിച്ചിരുന്ന സ്ഥലങ്ങളാട്ടോ. കണ്ടോ, ഇത് അതേപോലെ തന്നെ കണ്ടോ, പഴയ കാലത്തെ തടികളൊക്കെയാണ് ഇപ്പോഴും ഓടും കൊണ്ടൊക്കെ വേഞ്ചേക്കുന്നത്. ത്രാസ്, ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ മുകളിലത്തെ കാഴ്ച. അപ്പോൾ എന്തായാലും ആശ്രമത്തിലെ വിശേഷങ്ങളൊക്കെ നമ്മൾ പങ്കുവച്ചതിന് ശേഷം തിരിച്ച് നടക്കുകയാണ്. ആ പടവുകളൊക്കെ താണ്ടി ഏകദേശം എത്ര പടവുകളുണ്ട്? 108 പടവുകളുണ്ട്. ഓ 108 പടവുകളുണ്ടായിരുന്നു കേട്ടോ. അതെ. അപ്പം അവിടുന്ന് ആ സ്വാമി നമ്മളോട് പറഞ്ഞത് അങ്ങനെയാണ്, 108 പടവുകളാണ് നിങ്ങളിപ്പോൾ ചവിട്ടി കയറി വന്നതെന്ന് പറഞ്ഞു. നിങ്ങൾ മൂലമറ്റം ഭാഗത്ത് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്ന് സന്ദർശിക്കുന്നതല്ല കേട്ടോ. ഒരു വളരെ കാമാൻകരമുള്ള ഒരു അന്തരീക്ഷം അല്ലേ? അതാണ്, ആ ഒരു ഇതുണ്ട്. പിന്നെ മാത്രമല്ല ഇതൊരു എന്താ പറയുക, ഒരു വനത്തിനുള്ളിൽ നിൽക്കുന്ന ഒരു ഫീൽ കിട്ടും. അതായത് കാര്യം പറഞ്ഞാൽ പണ്ട് കാലത്ത് ഇതൊക്കെ വനമായിരുന്നു കേട്ടോ. ഒരു പക്ഷേ അത് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ റിസർവ് വനമൊന്നും അല്ല. ഇവിടെ താമസക്കാരൊക്കെ ഉണ്ട് ഇതിന്റെ സമീപത്തൊക്കെ. നമ്മൾ കണ്ടല്ലോ, വരുന്ന വഴിയിലൊക്കെ താമസക്കാരുണ്ടല്ലോ. പിന്നെ ഈ പോകുന്ന വഴിയും മുന്നോട്ട് താമസക്കാരുണ്ടെന്നാണ് നമ്മുടെ അനൂപ് പറഞ്ഞത്. പിന്നെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഈ മലയിൽ നിന്ന് താഴത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പണ്ടൊക്കെ ഇത് ഭയങ്കര ജനവാസ മേഖലയായിരുന്നു. ഒരു 90 ആ ഒരു 70, 80 കാലഘട്ടത്തിലൊക്കെ. അപ്പം പിന്നീട് ആൾക്കാർ ഒരുപാട് തന്നെ കുറച്ചുകൂടെ സ്കൂളും കാര്യങ്ങളൊക്കെ താഴെയല്ലേ. പിന്നെ ഇത്രയും അന്ന് ബസ് സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ടൊക്കെ തന്നെ ആളുകൾ കൂടുതലായിട്ട് താഴത്തോട്ട് ഇറങ്ങി ടൗണിലോട്ട്. അതെ അതെ. ഈ മലയെന്ന് കയറി ഇനിയിപ്പോ ഇപ്പോഴത്തെ ഉള്ള പിള്ളേരൊക്കെ പോവും. അതാണ് ഒരു 5 കിലോമീറ്റർ ഒക്കെ നടന്ന് ഈ മലയും കയറി സ്കൂളിൽ പോകുന്ന ഒരു കാര്യം. നമ്മുടെ പിള്ളേരൊന്നും നമുക്ക് വിടാൻ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ആ ഒരു സാഹചര്യം എത്തി. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. പണ്ട് പണിയെടുക്കുക, അല്ലെങ്കിൽ അധ്വാനിക്കുക, ജീവിക്കുക, ഭക്ഷണം കഴിക്കുക, കുറച്ച് വിദ്യാഭ്യാസം, അങ്ങനെയൊക്കെ ആയിരുന്നു ഒരു ജീവിതം പല മേഖലകളിലൊക്കെ. അപ്പൊ അതിൽ നിന്നൊക്കെ ഇപ്പം ഒരുപാട് മാറ്റം സംഭവിച്ച് ഇവിടെ നിന്ന് ആൾക്കാരൊക്കെ താഴേക്ക് പോയി അവിടെയാണ് ഇപ്പം സെറ്റിൽ ആയിരിക്കുന്നത്, മൂലമറ്റം ടൗണിലൊക്കെ അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. വാഹനം പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി കവന്തയ്ക്ക് പോവാണ്. ആ 3 അക്ഷരമുള്ള മനോഹരമായിട്ടുള്ള ഇടുക്കി ജില്ലയിലെ ഒരു 10 ഗ്രാമങ്ങൾ എടുത്താൽ അതിൽ ഒന്ന് ഈ കവന്ത തന്നെയായിരിക്കും. അത്ര മനോഹരമാണ്. ശരിക്കും മേളിൽ ചെല്ലുമ്പോൾ നിങ്ങൾ എന്നാലും അത് എന്നാ പറയുക 100% അതൊക്കെ വിഷ്വൽ കാണുമ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞോ. നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ, ഉറപ്പായിട്ടും. ഇനി അതായത് ഞാനാണെങ്കിൽ ഇത്ര ഡ്രോൺ ഷോട്ടുകളൊന്നും എടുക്കില്ല. അപ്പൊ അനൂപ് ഉള്ളതുകൊണ്ട് നമുക്ക് ഒന്നും അറിയണ്ട, എല്ലാ വിഷ്വൽ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു യാത്ര ഡ്രോണിന്റെ ഒരു മയമായിരിക്കും. ഡ്രോണ് തീർച്ചയായിട്ടും അത്ര നല്ല കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ. അത് ശരിക്കും അതാട്ടോ. അതായത് ഇപ്പൊ നമ്മൾ ഡ്രോണിൽ കണ്ട ഒരു ഫീല് വേറെയാണ്. ഈ മഴക്കാലത്ത് പ്രത്യേകിച്ചും കോടമഞ്ഞൊക്കെ പോകുന്ന ഒരു കാഴ്ച അല്ലേ, പറഞ്ഞറിയിക്കാനായിട്ട് സാധിക്കില്ല. അത് ഡ്രോൺ ഉണ്ടെങ്കിൽ മാത്രമേ അത് കുറച്ചുകൂടെ നോക്കിയാൽ മലയുടെ ഹൈറ്റ് ഒക്കെ ഭയങ്കര ഹൈറ്റ് അല്ലേ. തീർച്ചയായും കണ്ണുപോലെത്തുന്നില്ല. അതാണ്. ഇനിയിപ്പോ മഴയുണ്ടോ മുകളിലൊന്നും അറിയത്തില്ല. എന്തായാലും പോയി നോക്കാം. പറ്റുന്ന രീതിയിലൊക്കെ നമുക്ക് കാഴ്ചകൾ കാണാം. ഈ വെള്ളം എനിക്ക് ഇവിടുത്തെ മലകളുടെ പ്രത്യേകത എവിടുന്നൊക്കെയാ വെള്ളം ഒലിച്ചു വന്നേ നമുക്ക് പറയാൻ പറ്റില്ല. കണ്ടോ, കുറേ പോലെ ഇങ്ങനെ വന്നേക്കോ. ശരിയാ, മുകളിൽ ചെറിയ എല്ലായിടത്തും ഉണ്ട്. ഇങ്ങനെ പൊങ്ങുമ്പോ അറിയാം നമുക്ക്. ശരിയാ. വെള്ളത്തിന്റെ സൗണ്ട് അല്ലേ ഇപ്പൊ നമ്മൾ കേൾക്കുന്ന ചുറ്റും. പോവല്ലേ? പോവാം. അപ്പോൾ അങ്ങനെ എന്തായാലും ആശ്രമത്തിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ടുള്ള യാത്ര തുടരുകയാണ്. ഇനി കവന്തയിലേക്കുള്ള യാത്രയാണ്. കവന്ത എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നമുക്കും അറിയില്ല. എന്തായാലും പോയി നോക്കുമ്പോൾ എനിക്കറിയില്ല. ഓൾറെഡി അനൂപ് നേരത്തെ യാത്ര ചെയ്ത് പോയേക്കുന്നതുകൊണ്ട് അനൂപിനറിയാം. നല്ല രസമുള്ള ഒരു സ്ഥലം കേട്ടോ. നമ്മുടെ മൊട്ടക്കുന്ന് പോലെയുള്ള നമ്മളെ വാഗമൺ മൊട്ടക്കുന്നൊക്കെ ഇല്ലേ, അതുപോലെ ഒരു ഏരിയ ആണ്. ശരി. അപ്പോൾ അനുവിന് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഓക്കെയാണ്. ഇത് വല്ലാത്തൊരു കയറ്റമല്ലോ ഇനി അങ്ങോട്ട് അല്ലേ? ഇനിയിപ്പോൾ പതുക്കെ ഫസ്റ്റിലും കയറിയാൽ മതി. എന്തായാലും അത്യാവശ്യം നല്ല കയറ്റം തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെ നേരത്തെ മൺപാതയായിരുന്നു അതോ? ഇവിടെ നേരത്തെ അല്ല, ഞാൻ എന്റെ ഓർമ്മയിൽ ഇത് ടാറിട്ടായിരുന്നു. ഇവിടുന്ന് കുറച്ചുകൂടെ കഴിഞ്ഞതിന് ശേഷം പിന്നെ മണ്ണായിരുന്നു. ഞാൻ പണ്ട് 2 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വന്നപ്പം പകുതി വഴി നമ്മുടെ ഇതായിരുന്നു, ടാറായിരുന്നു. പിന്നെ മൺ റോഡായിരുന്നു. അതെല്ലേ? ഇടയ്ക്ക് ഇച്ചിരി ഭാഗം കട്ടറൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോ ഇപ്പൊ എങ്ങനെയാന്ന് നമുക്ക് അറിയത്തില്ല. നമുക്ക് ചെന്ന് നോക്കി അറിയാം. എന്തായാലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു സ്ഥലമല്ല കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വയനാട് ചുരം കയറുന്ന പോലെ സംഭവം. അത്രയും പ്രസക്ത അല്ലെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇത് കണ്ടോ, ഈ ഒരു സൈഡോട് ഭയങ്കര ആ ഡ്രോൺ ഷോട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന്റെ ഒരു നല്ല ഒരു മല, ഇതൊരു മല, അതിന്റെ നടുക്ക് ഇങ്ങനെ വാലി പോലെ ഇങ്ങനെ അങ്ങനെ പോയേക്കണം. ഇതിപ്പോ നമുക്ക് കാണുമ്പോൾ അറിയാം, മലയുടെ ഒരു ഭാഗം അരിഞ്ഞിട്ടാണ് റോഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ മലയുടെ ഒരു ഓരം പറ്റിയാണ് നമ്മൾ പോകുന്നത്. ഒരു മലയുടെ ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു മലയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലെ ചെറിയ അരുവികളൊക്കെ ക്രോസ് ചെയ്തിട്ടാണ് പോകുന്നത്. ചിലപ്പോൾ തിരിച്ചു വരുമ്പോൾ വലിയ മഴയാണെങ്കിൽ ഇവിടെ ക്രോസ് ചെയ്യാൻ പറ്റില്ല, അന്തമാതിരി വെള്ളമായിരിക്കും. അതാ വേറൊരു പ്രശ്നം കേട്ടോ. വലിയ മഴ പെയ്താ അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നെ വണ്ടി പാർക്ക് ചെയ്ത് കിടന്നുറങ്ങേണ്ടി വരും. ഇതിന് എയർ ബാഗ് ഉണ്ടോ ജിപ്സിക്ക്? ഇല്ല, എയർ ബാഗ് ഒന്നും ചോദിക്കരുത്.
അന്ത കാലഘട്ടത്തിൽ എവിടെ എയർ ബാഗ്, അതായത് നമ്മൾ പുതിയതായിട്ട് മാനുഫാക്ചർ ചെയ്തപ്പോഴും അവർ ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചില്ല അല്ലേ? ഇല്ല. അതായത് ഈ വണ്ടി നിർത്തുന്നത് 2019 2019 നിർത്തുന്ന സമയത്ത് ഈ വാഹനത്തിന് എയർ ബാഗ് ഇല്ല. ഇത് ശരിക്കും ഈ പറഞ്ഞ പോലെ ഓഫ് റോഡ് പർപ്പസിന് വേണ്ടി മാത്രം കമ്പനി ഇറക്കിയിരിക്കുന്നത്. ഗ്രാമങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്കൊക്കെ സുഖം. പിന്നെ ആർമി ഒരുപാട് വണ്ടിയുണ്ടല്ലോ. ഇതെന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ കുറവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഇതിന് മൈലേജ് ഇല്ല. രണ്ടാമത്തെ കാര്യം നമ്മുടെ മഹേന്ദ്ര ജീപ്പ് കയറുന്ന പോലെ ഈ ഒരു വാഹനം കയറ്റം കയറില്ല. അങ്ങനെ ഒരു വിഷയമുണ്ട്. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കയറില്ലെന്നല്ല, കുറച്ച് പണിയെടുക്കേണ്ടി വരും. ഇപ്പോൾ മഹേന്ദ്രയുടെ ജീപ്പിന്റെ 4 വീൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് വലിയ പണി നടക്കണ്ട. ആക്സിലേറ്റർ അതൊക്കെ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, തന്നെ അങ്ങ് കയറിപ്പോ. പക്ഷേ ഇതിൽ ആക്സിലേറ്റർ കൊടുക്കണം. അതാണ് ഞാൻ പറഞ്ഞു, ഇതിന് പണിയെടുക്കണം. അപ്പം അങ്ങനെ ഒരു കാര്യം ഇതിനകത്തുണ്ട്. പിന്നെ പെട്രോളിലെ ആൾക്കാർക്ക് ഇത് ഓടിക്കുക എന്ന് പറയുന്നത് അത്ര ഒരു ഈസി അല്ല, പ്രായോഗികമല്ല. അതുകൊണ്ടാണ് നമ്മുടെ മലയോര മേഖലകളിലൊന്നും ഇത് കാണാത്തത്. പിന്നെ കുറച്ച് അച്ചായമാരൊക്കെ ഒരു എന്താ പറയുക ഒരു ആഗ്രഹത്തിന് വാങ്ങിച്ചിട്ടുണ്ട്. അതാ പറഞ്ഞ അച്ചായന്മാരൊക്കെ ഒരു ക്രേസിന് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. ഹായ്, ഇപ്പൊ അത്യാവശ്യം നല്ലൊരു തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. കോട എന്തായാലും ചെറിയ രീതിയിലുണ്ട്. നമ്മളിപ്പോ വന്ന സ്ഥലത്ത് ഒരു 10-15 ചെറിയ തോടുകൾ കണ്ടില്ലേ? അതെ. പോകുന്ന വഴിയിലെല്ലാം നമ്മൾ ഓരോ തോടുകൾ ഇങ്ങനെ പാസ് ചെയ്തിട്ടാണ് കടന്നു പോകുന്നത്. പിന്നെയും വഴിക്ക് വീതി കുറയുന്നുണ്ടോ എന്നൊരു സംശയം. വണ്ടികളില്ലല്ലേ, ജീപ്പ് മാത്രമേ കാണുള്ളൂ. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് നല്ല ശുദ്ധവായു ശ്വസിക്കണമെങ്കിൽ കവന്തയ്ക്ക് യാത്ര ചെയ്താൽ മതി. അത്രയും ഒരു അൺടച്ച്ഡ് മൗണ്ടൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെ, ഈ ഒരു കവന്ത എന്നൊരു സ്ഥലം ആക്ച്വലി നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ കേൾക്കുന്നത്. കാരണം അങ്ങനെ അധികം പുറലോകമായിട്ട് വലിയ എന്താ പറയാ ബന്ധങ്ങളുള്ള ഒരു സ്ഥലം എന്നുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. വന്യമൃഗങ്ങൾ വല്ലതും ഉണ്ടോ ഇവിടെ? ഇല്ലല്ലേ, അങ്ങനെ പ്രശ്നമൊന്നുമില്ലല്ലേ? ഓക്കെ. അങ്ങോട്ട് ഉൾപ്പണിക്ക് ചെന്നാൽ മാത്രമേ ഉള്ളൂ കുറച്ച് മൃഗങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഉൾപ്പണിക്ക് അങ്ങനെ മൃഗങ്ങളൊന്നും വരാറില്ല. ഇല്ലല്ലേ? എന്തായാലും നമ്മൾ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വഴിയുടെ ഇരുവശങ്ങളിലും റബ്ബറൊക്കെയാണ്. അവരൊക്കെയാണ് ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്. അതാണ് അവരുടെ ഒരു അവസ്ഥയാണ് ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്. ഒരു ആശുപത്രി ആവശ്യം വന്നു കഴിഞ്ഞാലേ ഒന്ന് ഒരാളെ ഫോൺ വിളിച്ച് വരുത്താനോ ഒക്കെ ആണെങ്കിൽ ഇത്രയും ദൂരം വരണ്ടേ? അതൊരു വല്ലാത്തൊരു സംഭവമാണത്. അപ്പം അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇവിടുത്തെ ഗ്രാമവാസികൾ നേരിടുന്നുണ്ട്. കൊക്ക ഉണ്ടല്ലോ ഒരുപാട്. കൊക്കയുണ്ട്, കവുങ്ങുണ്ട്, റബ്ബറുണ്ട്, പിന്നെ പ്രധാനമായിട്ടും പ്ലാവുണ്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് തെങ്ങുകൾ കാണാം. അതൊക്കെ ഉള്ളൂ. തെങ്ങ് അത്ര അധികം ഇവിടെ കാണുന്നില്ല, വളരെ കുറവാണ്. ഇപ്പോൾ കശുമാവിന്റെ സീസൺ അല്ല. അതാ പറഞ്ഞേ, സീസൺ ആയിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് കശുമാമ്പഴൊക്കെ പറിച്ച് കഴിക്കാമായിരുന്നു. ഒരു കള്ള് ഷോപ്പ്. ഓക്കെ. ഇവിടെ നല്ല രസമുണ്ട്. ഇതാ ഒരു ടൊടി ഷോപ്പ് ഉണ്ട് കേട്ടോ. ഇങ്ങോട്ടെന്തോ ഒരു അനുവിനൊരു വലിവ്. എന്നാലും സ്ഥലം കണ്ടപ്പോൾ നിർത്തിയാണല്ലേ? ഓക്കെ. നമുക്ക് വേണ്ടി ഈ പ്രാവശ്യം ഡ്രോൺ പറത്തി തരുന്നത് നമ്മുടെ അനൂപ് സാർ തന്നെയാണ്. ഇത് മാവിക് എയർ അല്ല, എയർ ത്രീസ് ആണ്. എയർ ത്രീസ് അല്ലേ? ഓക്കെ. എയർ ത്രീസ് ആണ് ഇവിടെ പറത്താൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ അതുപോലെ കാറ്റാണ്. നമ്മൾ മിനി ഡ്രോൺ പറത്തിയാൽ അങ്ങ് പോകും. അടുത്ത പഞ്ചായത്തിൽ അത് പിടിക്കാൻ വേണ്ടി വേറെ വണ്ടി വിളിച്ചു കൊണ്ടുവരും അല്ലേ? ശരിയാ. സംഭവം നമുക്ക് വേണ്ടി അദ്ദേഹം പറത്തി ഹെൽപ്പ് ചെയ്യാണ് കേട്ടോ. ശരിക്കും കവന്തയുടെ യഥാർത്ഥ രൂപം കാണണമെങ്കിൽ ഈ ഡ്രോണില്ലാതെ നമുക്ക് നടക്കില്ല. അതാണ് നമുക്ക് ശരിക്കും ആ ഡ്രോൺ വിഷനിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു വ്യൂ, ഇമ്പാക്ട്, അത് വേറെ ഒന്നും നമുക്ക് എത്ര പറഞ്ഞ് വർണ്ണിച്ചാലും തീരില്ല. അതിന് ഡ്രോൺ തന്നെ വേണം. അതെ. പോയി. അങ്ങനെ മഴക്കാറ് കണ്ട മുകളിൽ അത്രയും മഴക്കാറുണ്ട്. അപ്പോൾ മഴ വരുന്നതിന് മുമ്പ് ഒരു ഡ്രോൺ വിഷൻ എടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. എന്താ രസമല്ലേ? ഇതുണ്ടോ, ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം അതിൻ്റെ ഒരു ബ്യൂട്ടി. എന്താ രസമല്ലേ? സംഭവം സെറ്റ്. ഒന്നും നോക്കണ്ട, പുറത്തേക്കോ. എന്താ ഒരു ഫ്രെയിം അല്ലേ? ശരിക്കും നമ്മളിങ്ങനെ നോക്കിന്നാണല്ലോ, ഇങ്ങനെ നോക്കി നിൽക്കും വൈകിട്ട് വരെ. ഇവിടുന്ന് പോരാൻ തോന്നില്ല. അങ്ങനെ ചില സ്ഥലങ്ങളാണ്, പ്രത്യേകിച്ച് കാറ്റും കൂടെ വീശുമ്പോഴത്തേക്കും അല്ലേ, ഒരു പ്രത്യേക ഫീലാണ്. നമ്മളൊന്നും കഴിച്ചില്ലേ പോലും ഇവിടെ വന്ന് നിന്നാൽ മതി, വിശക്ക് പോലും ഇല്ല. കാരണം അത്ര മനോഹരമല്ലേ, എത്ര മലകളാന്ന് നോക്കി. ഇവിടെ നമ്മുടെ കൊടയത്തൂര് ഭാഗത്തുള്ള നമ്മുടെ മുതിയായ മല, ഓപ്പോസിറ്റുള്ള നമ്മുടെ ഇലവീഴ പൂഞ്ചിറ മലനിരകള്, പിന്നെ ഇങ്ങോട്ട് പോകുന്ന ഉള്ള വാഗമൺ ഏരിയ കണക്ട് ചെയ്യുന്ന മലനിരകള് മൊത്തം ഒറ്റ ഫ്രെയിമിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ റിസർവർ ഉണ്ടല്ലോ. അതെ, മലങ്കര ഡാമിന്റെ റിസർവർ ഇങ്ങനെ കിടക്കും. ആ ക്ലൗഡ് കണ്ടോ? ശരിക്കും നല്ല ആകാശത്ത് ഈ മഴ പെയ്യാൻ നിൽക്കുന്ന ക്ലൗഡ് കണ്ടോ കറുത്തല്ലേ? അതിന്റെ അതൊക്കെ എന്നാ രസമല്ലേ? നല്ല ഭംഗിയുള്ള ഒരു പ്രദേശമാണ്. അതെ, വെറുതെ അല്ല ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞല്ലേ. വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഷാപ്പിന്റെ കാര്യം പറഞ്ഞില്ലേ, ആ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് എന്തൊക്കെയാണെന്നറിയോ? മോമോസ്, ഫ്രഞ്ച് ഫ്രൈസ്. അതിനറിയോ, ഈ കൂടുതലും ഈ
പുറത്തുനിന്നുള്ള ആൾക്കാരാണ് ഇവിടെ കൂടുതലും വരുന്നത്. അങ്ങനെ വരാറുണ്ട് ഈ ട്രിപ്പിലൊക്കെ, മൂലമറ്റ ഏരിയയിലൊക്കെ പല റിസോർട്ടുകളിൽ നിന്നൊക്കെ. അപ്പൊ അവർക്കൊക്കെ ചിലപ്പം വേണ്ടിയായിരിക്കും ചിലപ്പോൾ അങ്ങനെ വെച്ചേക്കുന്നത്. ഓക്കെ ഓക്കെ. അതല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഒരു കള്ള് ഷാപ്പിൽ ഇങ്ങനത്തെ ഒരു സാധനം മെനു കണ്ടിരിക്കുന്നത്. അത് എന്നെ കടാതെ ആകർഷിച്ചു. പിന്നെ അത് മാത്രമല്ല, വൈഫൈ ഉണ്ട്. അതും ഫ്രീ ആണ്. അതും ഫ്രീ ആണ്. എന്തൊക്കെ സൗകര്യങ്ങളാണ് ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഷാപ്പിലോട്ട് ഇറങ്ങാൻ നമുക്ക് സമയമില്ല. അല്ല, നമ്മള് അതുകൊണ്ട് ഈ ഗ്രാമത്തെ കൊച്ചാക്കരുത്. വൈഫൈ ഉള്ള ഗ്രാമമാണ്. പ്ലസ് മോമോസ് വരെ കിട്ടുന്നു. അതും ഈ മലയ്ക്ക് മേളില്. അതാണ് ഏകദേശം ഒരു 8 കിലോമീറ്ററോളം നമ്മൾ ഇങ്ങനെ കയറി വന്നു. എന്നിട്ടാണ് അപ്പോഴാണ് ഈ ഒരു കാഴ്ച നമ്മൾ കണ്ടത്. അപ്പൊ എന്തായാലും വ്യൂ കാണുന്നതോടൊപ്പം തന്നെ വേണമെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഫുഡൊക്കെ കഴിച്ച് മോമോസ് ഒക്കെ കഴിച്ച് യാത്ര തുടരാന്നായിരിക്കും. പിന്നെ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമായതുകൊണ്ട് ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കില്ല. പിന്നെ ആൾക്കാർക്ക് ആവശ്യമുണ്ടെങ്കിൽ കുടിക്കാം. കള്ള് അങ്ങനെ വലിയ കുഴപ്പമുള്ള കേസല്ല, അങ്ങനെ വലിയ ലഹരിയല്ലല്ലോ. കള്ളിന് ശരിക്കും പന ചെത്തുമ്പോണ്ടല്ലോ, ആ ഒരു കള്ള് മധുരക്കള്ള. അത് നമുക്ക് എന്നാ പറഞ്ഞേ, നമ്മുടെ മൂത്ത കള്ളിന്റെ അടിയിൽ ആ മട്ട കിടക്കില്ലേ, അതിലോട്ട് പോയിട്ട് ആ ഒരു പ്രവർത്തനം, രാസപ്രവർത്തനം നടക്കും മാത്രമേ ഉള്ളൂ. ഇത് പുളിക്കുന്ന ഒരു അവസ്ഥ പറഞ്ഞ് നമ്മള് എന്തെങ്കിലും സാധനം പുളിക്കാൻ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പുളി വരുന്ന സമയമാകുമ്പോഴത്തേന് അതിന്റെ ശരിക്കും അല്ലേ ഒരു കിക്ക് വരും. അത് ചെത്തി വെച്ച് 2-3 മണിക്കൂർ കഴിയുമ്പോൾ, കാരണം ഓൾറെഡി പഴയ കള്ളിന്റെ മട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ മാട്ടത്തില്, അപ്പൊ അങ്ങനെയാവും. ഈ മധുരക്കള്ളിന് എന്തായാലും കുടിച്ചാൽ ഒരു കുഴപ്പമില്ല. ഞാൻ എന്റെ അനിയൻ ചെച്ചുകാരനല്ലേ, അവന്റെ നമ്മുടെ വീട്ടിലൊക്കെ മധുരക്കള്ളൊക്കെ ഞാൻ അവരോട് പറയാം ഇടയ്ക്ക് ഇങ്ങനെ കൊണ്ടുതരാണ്. മധുരക്കള്ള് കുടിക്കുന്നത് നമ്മളെ ലൈം ജ്യൂസ് കുടിക്കുന്നതും സെയിം ആണ്. അപ്പൊ ഗവൺമെന്റ് ഒക്കെ ഇറക്കിയിട്ടില്ലേ കള്ളിന്റെ നീര്, അങ്ങനെ ആ സംഭവം തന്നെ. അതൊക്കെ ഇപ്പൊ ഉണ്ടെന്ന് തോന്നല്ലേ? ഇവിടെ ഒരുപാട് കണ്ടോ പനകളാ, മൊത്തം പനയാ. ചെത്തുപനകളാണ് കൂടുതൽ കാണാൻ സാധിക്കും ഇവിടെ ചുറ്റും നോക്കി കഴിഞ്ഞാൽ. ഇവിടുത്തെ ചീവീടിന്റെ ശബ്ദം എന്ന് നോക്കിയാൽ ഭയങ്കര ശബ്ദമാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ വിശേഷങ്ങൾ. അത്യാവശ്യം നല്ല കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മഴക്കാറിടയ്ക്ക് വന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് നേരം നമുക്കിനി ഇവിടെ നിന്ന് പറഞ്ഞ് ദീർഘിപ്പിക്കാനായിട്ട് സാധിക്കില്ല. നമ്മുടെ മുന്നോട്ടുള്ള യാത്ര തുടരാം. ഇവിടെ മഴ പെയ്താൽ പിന്നെ നിൽക്കില്ല. അതാണ് ഒരു വിഷയം. അപ്പോൾ നമുക്ക് അതിന് മുമ്പ് കവന്തയിലൊന്ന് എത്താം. അപ്പോൾ നമുക്ക് ബാക്കി യാത്ര തുടരാം. ഇങ്ങോട്ടെത്തിയപ്പോഴത്തേന് ഹെവി റെയിൻ ആയി കേട്ടോ. പിന്നെ കോടയും കയറി, ഇനി ഒന്നും കാണാൻ പറ്റില്ല. പെട്ടെന്നൊരു മഴ കുറച്ചേരം നിന്നാ നമുക്ക് മാറും. അതല്ലേ, നോക്കി നോക്കാം. ജിമ്മിൽ പോകണ്ടേ വണ്ടിയെ പോണ, ഈ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ജിമ്മിൽ പോകേണ്ട അറിയില്ല. ട്രൈസെപ്സും ബൈസെപ്സും ഒക്കെ അത്യാവശ്യം സെറ്റ്. ഞാൻ നിങ്ങളോട് തുടക്കത്തിലേ പറഞ്ഞു, നിങ്ങൾ വണ്ടി ഓടിക്കുന്നോണ്ട് ഇനി പേടിക്കണ്ട, നിങ്ങൾക്ക് ജിമ്മിൽ പോകാതെ കാര്യങ്ങൾ. ഇന്നത്തെ എക്സസൈസ് നമ്മൾ സെറ്റാക്കി. എത്ര കാര്യങ്ങൾ ഈ ഒരു ഒറ്റ ജിപ്സി കൊണ്ട് തന്നെ അല്ലേ. ഈ സന്തോഷ് ജോർജ് കുളക്കര സാറ് പറഞ്ഞ പോലെ നമ്മള് കുറെ യാത്ര ചെയ്താലേ 12 വർഷം നമ്മൾ സ്കൂളിൽ പോകണ്ട, അത്ര അനുഭവങ്ങൾ നമ്മൾ യാത്ര ചെയ്ത് കിട്ടുമെന്നാണ് പുള്ളി പറഞ്ഞേക്കുന്നത്. അപ്പൊ ഓരോ യാത്രയും നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ഒരു വണ്ടി ഇറങ്ങുന്നത്. ചേട്ടാ മഴയുണ്ടോ മേളില്? നമ്മള് കവന്ത വരെ പോവായിരുന്നു, അറിയോ? നല്ല മഴയുണ്ടോ? മുകളിലേക്ക് മഴയുണ്ടോ? ഉണ്ടല്ലേ. ഇതിപ്പോ എന്താ ലോഡ്? എന്താണത്? ഇതെന്താ ലോഡ്? കുരുമുളകാണോ? തോട്ടത്തിൽ പോയിട്ടിരുന്നല്ലേ? കേറും അവിടെയൊക്കെ, തോട്ടത്തിലെല്ലാം പോകും. സെറ്റാണല്ലേ? ഇതെടുത്തിട്ട് ഇപ്പൊ ഒരു 1.5 വർഷമായി. 2006. അടിപൊളി. ശരി. അപ്പൊ ഒരു ജിപ്സി കണ്ടപ്പോ നമ്മള് നിർത്താതിരിക്കണം ശരിയല്ലോ. വേറെ ജിപ്സിക്കാരനെ തൊഴിലുണ്ട്. നമ്മള് വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളാ. അന്നായിക്കോട്ടെ, കണ്ടിരുന്നോ? ശരി. അങ്ങനെ ജിപ്സിക്കാരെ കണ്ടപ്പോൾ ഒരു ചെറിയ സ്നേഹം. അതെ. ഈ റൈറ്റ് ആണ് നമ്മുടെ, അതായത് മേമുട്ട എന്ന സ്ഥലത്തേക്ക് പോകണം കേട്ടോ. ഇത് പക്ക ഓഫ് റോഡ് ആട്ടോ. അപ്പൊ നമ്മളുടെ ഇവിടം വരെ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടാറിട്ട വഴി. ഇത് കഴിഞ്ഞ് നമുക്കിനി ചെറിയ ഓഫ് റോഡ് പറയാനില്ല, മൺപാത. അങ്ങനെ കുറച്ചുകൂടിയൊക്കെ ദൂരം കയറ്റം കയറി മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അനൂപ് ഒരു സ്ഥലത്ത് വാഹനം നിർത്തിയിരിക്കുകയാണ്. അതെ, ഇനി മേലോട്ട് കവന്തയ്ക്ക് പോണ വഴിയാണ്. പിന്നെ അവിടുന്ന് മേമുട്ട എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ഇങ്ങോട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. ഇത് കോട്ടമല, മൂലമറ്റം കോട്ടമല റോഡ്, അതിനെ പറഞ്ഞത്. അപ്പൊ അത് നമുക്ക് ഉളുപ്പണിക്കും പോവാന്നുള്ളൂ. ഈ കോട്ടമല എന്ന് പറഞ്ഞാൽ ഉളുപ്പണി അങ്ങനെ നമ്മുടെ വാഗവണ്ണിന്ന് തിരിഞ്ഞു പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഈ ഉളുപ്പണി എന്ന് പറയുമ്പോൾ വാഗവണ്ടി ഒരു ഭാഗം തന്നെയാണല്ലോ. അപ്പൊ അങ്ങോട്ട് കണക്ട് ചെയ്യാനുള്ള ആ റോഡാണ്. ഇനി ഇങ്ങോട്ടുള്ള വഴി ഇനി പണിത് വന്നം. ഇപ്പം നിലവില് കുറച്ച് പോവാം. പിന്നെ കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോ പിന്നെ വീണ്ടും ടാറിങ് ഉണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞത് ഇത് പക്ക ഓഫ് റോഡ് എന്ന് പറയാനില്ല, എന്നാലും ചെറിയ ഓഫ് റോഡ്. പിന്നല്ലേ നമ്മുടെ സുരേഷ് ഗോപിയുടെ ജിപ്സി പോയില്ലെങ്കിൽ പിന്നെ ഇതിലൂടെ പോണേ. അതെ. ഇത് നമ്മൾ വന്ന സ്ഥലം കണ്ടോ, മൊത്തം ക്ലൗഡി ആയിട്ട്. അപ്പോൾ ഇനി 4 വീൽ ഇട്ടിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അപ്പോൾ 4 വീൽ ഇടാനായിട്ട് ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുത്തിട്ട് 4 വീലിലേക്ക് ലോക്കായി. അപ്പോൾ ഇവിടെ എഴുതി കാണിക്കും 4WD എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ഇതൊക്കെ ഭയങ്കര കുഴിയാണ്.
ഓഫ് റോഡ് താണ്ടി നമ്മൾ കവന്ത എന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അതെ, എന്നാ ഭംഗിയുള്ള സ്ഥലം എന്റെ പൊന്നു മോനെ, രക്ഷയില്ല കേട്ടോ അല്ലേ? അതെ, ശരിക്കും ഒരു നമ്മൾ പെട്ടെന്നൊരു എവിടെയോ സ്വിറ്റ്സർലാൻഡിലേക്ക് പോയി നിൽക്കും പോലെ എനിക്കൊരു ഫീൽ തോന്നുന്നുണ്ട്. അത്ര മനോഹരമാണ്. ഓ, എത്ര പറഞ്ഞാലും വർണ്ണിക്കാൻ വാക്കുകളില്ല. ശരിക്കും ഈ മഴക്കാലത്ത് നമ്മൾ ഈ ഒരു സ്ഥലം വന്ന് കാണേണ്ടതാണ്, അല്ലേ? അതായത് നമുക്കൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഒരു വാഹനം ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇവിടെ സാധിക്കാം. 4 വീല് വേണമെന്ന് നിർബന്ധമില്ല, ചെറിയൊരു സ്ഥലത്ത് മാത്രമേ ബുദ്ധിമുട്ടൊന്നുള്ളൂ. അവിടെ കുറച്ച് എനിക്ക് തോന്നുന്നു 4 വീൽ ഇല്ലെങ്കിൽ തന്നെയും കാല് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം കയറി പോകുന്നതിന് നമ്മൾ വണ്ടിയിട്ട് ഒരുപാട് പണിയെടുപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അവിടെ 4 വീൽ ഇട്ടത്. അപ്പൊ അതൊരു കാര്യം. പിന്നെ മാത്രമല്ല നമ്മുടെ വണ്ടിയിൽ ക്യാമ്പർ സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് അത് ഒരു ചെറിയൊരു ബോക്സ്, അത് നമുക്ക് ഊരി മാറ്റാം. അപ്പൊ ഇത് എന്തെങ്കിലും ഷേക്ക് ആകണ്ടെന്നും കൂടി വിചാരിച്ചിട്ടാണ് ഞാനത് മാക്സിമം 4 വീൽ ഇട്ടത്. അല്ലെങ്കിൽ നമുക്ക് സുഖമായിട്ട് കയറി പോരാം കേട്ടോ. അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വാഹനമാണെങ്കിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ബൊലേറയോ നമ്മുടെ ജീപ്പൊക്കെ എല്ലാം കയറി പോരും. അത്യാവശ്യം എല്ലാ വണ്ടികളും കയറി വരും. പിന്നെ അതോടൊപ്പം തന്നെ ഈ ഒരു സ്ഥലത്ത് വന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാഴ്ച, ഇനി അതാണ് നമുക്ക് പറഞ്ഞു വരേണ്ടത്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം മൊട്ടക്കുന്നുകളാണ്. മൊട്ടക്കുന്നുകളുടെ ഒരു ഭംഗിയാണ് ശരിക്കും നമ്മൾ ഇവിടെ കാണുന്നത്. എത്ര മനോഹരമായ ഒരു വ്യൂ ആണെന്ന് നോക്കിയാൽ, വളരെ മനോഹരമായ ഒരു വ്യൂ. നമ്മൾ ശരിക്കും ആ ഒരു വഴി കയറി വന്നപ്പോൾ ഉണ്ടായ ആ ഒരു കാഴ്ച, ശരിക്കും അത് ഡ്രോൺ ഉണ്ടെങ്കിൽ മാത്രമേ അല്ലേ, ഡ്രോണിൽ മാത്രമേ അത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് നമ്മൾ ശരിക്കും ഡ്രോൺ ഇല്ലെങ്കിൽ നമ്മൾ എത്ര വർണ്ണിച്ചാലും അത് മനസ്സിലാക്കാൻ സാധിക്കില്ല, അല്ലേ? ആ ഒരു വ്യൂ എന്താണെന്നുള്ളത് ഇപ്പൊ നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റും, പക്ഷെ അത് ക്യാമറയിലേക്ക് നമുക്ക് ഒരു പരിധി വരെ കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ ഡ്രോൺ വരികയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ഭംഗിയാണ്. ഇനി ഇവിടെ നമ്മൾ നേരെ അങ്ങ് പോലെ ഏകദേശം ഒരു 5 കിലോമീറ്റർ കൂടെ യാത്ര ചെയ്താൽ നമ്മൾ ഉളുപ്പുണ്ണിയിലെത്തും, ഈ വഴി വാഗമൺ ഭാഗത്തേക്ക്. പിന്നെ അത് തന്നെ നമ്മൾ ഇവിടെ മേളിലോട്ട് പൊക്കിയാൽ നമ്മൾ ഇടുക്കി ഡാം റിസർവെയർ ഈ മലയുടെ മുകളിൽ കയറുന്ന എവിടെ നിന്നാലും കാണാൻ പറ്റും, വെള്ളം കിടക്കുന്നത് ഡാമിന്റെ റിസർവെയർ. പക്ഷെ വളരെ അകലെയാട്ടോ, നമ്മൾ കണ്ണുകൊണ്ട് നമ്മൾ കാണല്ലോ, നമ്മൾ ചന്ദ്രനെ കാണണല്ലോ, അതുപോലെ അങ്ങ് ദൂരമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ഡ്രോൺ ഷോട്ടിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് കാണിച്ചിട്ടുണ്ട്, അങ്ങ് വിദൂരതയിൽ കാണാൻ പറ്റും. പിന്നെ ഇവിടുന്ന് എത്ര കിലോമീറ്റർ? 5 കിലോമീറ്റർ യാത്ര ചെയ്താൽ മതി. പക്ഷെ ഇങ്ങനെ മൊട്ടക്കുന്നുകൾ നമ്മൾ വാഗമണ്ണൊന്നും പോകണ്ടല്ലേ, വാഗമണ്ണിലേക്ക് എനിക്കൊരു കുറച്ചുകൂടെ ഒരു എനിക്ക് ആൾക്കാരധികം വന്നില്ല. അതാ ഞാൻ പറയുന്നത്, വാഗമണ്ണൊക്കെ പോയി കഴിഞ്ഞാൽ എപ്പോഴും നല്ല തിരക്കായിരിക്കും, നമുക്കൊരു ഫ്രീ ഉണ്ടായിരിക്കില്ല. ഇവിടെ നമുക്ക് എത്ര നേരം വേണമെങ്കിലും വന്നിരുന്ന് കാറ്റൊക്കെ കൊണ്ട് ഈ കാഴ്ചകളൊക്കെ കാണാം. മഴക്കാലത്ത് വരുന്നത് കുറച്ചുകൂടി നല്ലതാണ്. എന്നിരുന്നാലും ഒരുപാട് മഴയുള്ളപ്പോൾ വരാൻ നിൽക്കരുത്, കാരണം നമ്മൾ വരുന്ന വഴിയൊക്കെ ഉണ്ടല്ലോ മരമൊക്കെ വീഴാനും അതോടൊപ്പം തന്നെ മലയിടിയാനൊക്കെ സാധ്യതയുണ്ട്. നമ്മൾ ആ ഒരു കാര്യം കൂടെ മുൻനിർത്തിയിട്ട് വേണം യാത്ര ചെയ്യാനായിട്ട്. ചെറിയൊരു മഴയുള്ള സമയത്തൊക്കെ വരുവാണെങ്കിൽ നല്ല രസമാണ്. പിന്നെ ഡിസംബറിൽ വന്നു കഴിഞ്ഞാൽ രസമാണ്, മഞ്ഞായിരിക്കും. മഴ പെയ്താൽ ഇവിടെ മൊത്തം കോട കൊണ്ടൊക്കെ നിറയുള്ളൂ, പിന്നെ ഒന്നും കാണാൻ പറ്റില്ല. ഒരു മഴ പെയ്താൽ ഇപ്പൊ മഴയില്ല, നമ്മളിപ്പോ ഭാഗ്യം കൊണ്ട് നിങ്ങളെ കാണിക്കാൻ പറ്റും. അതാണ് ആ ഒരു വിഷ്വൽ എടുക്കാൻ പറ്റിയത്. നമ്മൾ ആദ്യമേ തന്നെ ഡ്രോൺ എടുത്തുകൊണ്ട് ആ ഒരു വ്യൂ കിട്ടി, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഭംഗിയുള്ള വ്യൂ കിട്ടില്ലായിരുന്നു. എന്തായാലും ഒരു സൂപ്പർ സ്ഥലമാണ്. എന്തായാലും നമ്മളെ പരിചയപ്പെടുത്തിയ അനൂപാണ് ഈ ഒരു സ്ഥലം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ എങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു അരുവികളും ചെറിയ തോടുകളൊക്കെ ഉണ്ട്, വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഇത് പാറയാ, ഇത് പാറയുടെ പുറത്തായി പുല്ല് വന്നിരിക്കുന്നത്. അതായത് ഞാനിപ്പോ ആലോചിക്കുന്നപ്പോ നമുക്ക് ഇവിടെ മൂന്നാറൊക്കെ പോകുമ്പോൾ വരയാടുകളെ കാണാം. അത് ശരിക്കും ഇങ്ങനത്തെ മൊട്ടക്കുന്നുകളിൽ നിൽക്കുന്നത്. നമുക്ക് നടക്കാനാണെങ്കിൽ മുകളിൽ കയറി എങ്ങനെ കാണാം അല്ലെ, വ്യൂ ഒക്കെ. അപ്പുറത്ത് വലിയൊരു കുഴിയാ, മൊട്ടക്കുന്നല്ലേ അവിടെ പോയാൽ നമ്മൾ ഡ്രോണിൽ കണ്ടല്ലോ. നിങ്ങൾ ഡ്രോണിൽ കണ്ടാൽ തന്നെ മേളിൽ കയറി പ്രത്യേകിച്ച്. അതെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യമെങ്കിലും വരേണ്ട ഒരു സ്ഥലമാണ്. നമ്മൾ ഉളുപ്പുണ്ണി പോകുന്ന പോലെ തന്നെ, ഞാൻ ഉളുപ്പുണ്ണി പോയിട്ടില്ല, പക്ഷെ എന്നാലും കുറെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് കുറച്ചുകൂടി എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം, അതായത് ആ ഒരു വീഡിയോ കണ്ടതിൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇതായിട്ട് ഒരു ക്രൗഡ് ഫുൾ അല്ലാത്ത സ്ഥലത്തോട് നമുക്ക് യാത്ര ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലം ചൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇടുക്കി ജില്ലയുടെ ഏറ്റവും മറ്റൊരു ഭംഗിയാണ്. നമ്മള് ഇടുക്കി ജില്ല നിങ്ങൾക്ക് പറയാം, വളരെ വിശാലമായിട്ടുള്ള കേരളത്തെ ഏറ്റവും വലിയ ജില്ല തന്നെയാണ്. കാരണം ഇടുക്കി ജില്ലയുടെ യാത്ര ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളൊന്നും ഇതൊന്നും അധികം ആൾക്കാരോട്ട് എത്താത്ത ഒരു സ്ഥലങ്ങളാണ്. പക്ഷെ നമ്മൾ വന്നാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ വേസ്റ്റോ മാലിന്യോ ഒന്നും കൊണ്ടേ ഇവിടെ പ്ലാസ്റ്റിക് ഒന്നും കൊണ്ടിട്ടില്ല കേട്ടോ. വളരെ ഉണ്ട് വൃത്തിയായിട്ട് കിടക്കുന്ന സ്ഥലം, അധികം ആൾക്കാർ വരാതെ. അതുകൊണ്ടാണ് ഇപ്പൊ ആൾക്കാർ വരാത്തതുകൊണ്ടാണ് ഇത്ര വൃത്തിയായിട്ടുള്ളത്. നമ്മുടെ വീഡിയോ കാണുമ്പോൾ ചില ആൾക്കാരൊക്കെ വരണം ഒരു ആഗ്രഹം തോന്നും, അങ്ങനെ ചില ആൾക്കാർ വരും. അപ്പൊ വരുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യും, ചിലപ്പോൾ അറിയാതെ ആവാം, ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടാവാം. എന്തായാലും കുപ്പിവെള്ളം കുടിച്ചതിന് ശേഷം അത് അവിടെ ഇടും അല്ലേ. അല്ലെ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുള്ള വേസ്റ്റ് ഒക്കെ ഇവിടെ ഇടും. പ്ലാസ്റ്റിക്കുകൾ ഇടായിരിക്കും പരമാവധി. ഒരു വേസ്റ്റും നമ്മളൊരു സാധനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് തിരിച്ചു കൊണ്ടുപോകാനായിട്ട് നമ്മുടെ ഉത്തരവാദിത്തമുണ്ട്. നല്ലൊരു ട്രാവലറായിട്ട് മാത്രമേ യാത്ര ചെയ്യൂ. നമ്മൾ എപ്പോഴും ചിന്തിക്കുക, നമ്മളെ യാത്രികനാണ്. നമ്മളെ യാത്രികന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ആദ്യം നമ്മൾ സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിൽ, നമ്മൾ സഞ്ചരിക്കുന്ന വഴിയിൽ വേസ്റ്റ് ഇടാതെ നമ്മൾ യാത്ര ചെയ്യുക. നമുക്ക് പ്രകൃതി തരുന്ന സൗന്ദര്യം എപ്പോഴും അത് നിലനിൽക്കണമെങ്കിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പോലുള്ളത് ഒന്നും പരമാവധി ഇവിടെ ഇടാതിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അനുവ് പറഞ്ഞ വലിയൊരു കാര്യമാണ്, നമ്മൾ പല വീഡിയോസിലും പറയാറുണ്ട്. എന്നാലും നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരുപാട് ആൾക്കാർ ആ ഒരു കാര്യത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അത് വലിയൊരു കാര്യമാണ്. നിങ്ങൾ തുടർന്നുള്ള യാത്രയിൽ അത് മനസ്സിൽ വെച്ച് യാത്ര ചെയ്യുക, പിന്നെ സ്ഥലങ്ങളൊക്കെ വന്ന് കാണുക. ശരിക്കും ഞാനിപ്പോൾ വിചാരിക്കുന്നത് മൂലമറ്റത്ത് നിന്ന് 10 അല്ലെങ്കിൽ 12 കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്ത് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളത് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തിയോട്ടെ. സ്ഥലം ഉണ്ട് എന്നുള്ളത് പോലും അറിയില്ലായിരുന്നു. ഇപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് മൂലമറ്റത്ത് നിന്നാ തോന്നുന്നില്ല ഇങ്ങനെ ഒരു സ്ഥലം. എന്നെ അമ്പരിപ്പിച്ചൊരു കാര്യം അതാണ്.
ഇങ്ങോട്ട് കയറി വരുമ്പം പ്രകൃതി ഒരുക്കി വെച്ചേക്കുന്ന ഒരു ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു വിരുന്ന് തന്നെയാണ് ഇവിടെ, കാഴ്ചയുടെ ഒരു വിരുന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു രക്ഷയില്ല. നല്ല കാറ്റോട്ടോ, നല്ല കാലാവസ്ഥ. നമ്മളിപ്പോ ഒരു എന്താ പറയാ, ഒരു താഴ്ന്ന പ്രദേശത്ത് നിൽക്കുന്നതുകൊണ്ടാണ്. ഒരു മലയുടെ മുകളിലൊക്കെ ഒരു അല്പം ഉയർന്ന പ്രദേശത്തൊക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മളെ തള്ളി മാറ്റുന്ന ഒരു ഫീല് നമുക്ക് കിട്ടുന്നതായിരിക്കും. അതെ, നമ്മുടെ ഇയ്യോബിന്റെ പുസ്തകത്തിനകത്ത് അവരാ വന്ന് നിന്ന് 2 സ്ഥലങ്ങളാണ് ഇവിടെ മേളിലായിട്ട്. ഇതാണ് ആ സ്ഥലം. അവിടെ വെച്ചിട്ടില്ല, അവിടെ വെച്ചാൽ മറ്റേ തോക്ക് വെച്ചിട്ട് ഒരു പോലീസുകാരന് അവരെ പിടിക്കുന്നില്ലേ, ആ ഒരു ഏരിയ ഇതാ. എന്നിട്ട് മറ്റേ ഡയലോഗ് പറയാൻ അതെ 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 ചോദിച്ചു കഴിഞ്ഞാല് മൂന്നാറിലെ അലോഷിക്ക് കൈ കൊടുത്താന്നൊക്കെ പറഞ്ഞു. ആ ഒരു വിഷ്വൽ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു ഇടമാണിത്. അതെ, അപ്പൊ ആ ഒരു സ്ഥലത്താണ് നമ്മൾ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നത്. അത്രയും ഭംഗിയുള്ള ഒരു പ്രദേശമാണ്. പിന്നെ ഇതുണ്ട്, ഇതിനകത്തൊരു ചെടി നിൽക്കുന്നത്, ആ ചൂലൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാധനം. ഇവിടെ നിൽക്കുന്നത്, ഇവിടുന്ന് അവര് പറിച്ചോണ്ടാണ്. അതാണ് ശരിക്കും ഇവിടെ മുഴുവൻ കാണുന്നത്. കുറെ സ്ഥലങ്ങളിൽ അതുണ്ട്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ട്, ഉണ്ടോ? കുറെ ഭാഗങ്ങളിൽ ചൂലുണ്ടാക്കുന്ന പുല്ല് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ആദ്യം കടന്നു വന്നല്ലോ ആശ്രമം കഴിഞ്ഞ്, ഈ ആശ്രമം കഴിഞ്ഞിട്ട് ആൾക്കാർ താമസിക്കുന്നുണ്ടോ എവിടെയെങ്കിലും? കുറച്ച് ആൾക്കാരുള്ളൂ, അത് ഗവൺമെന്റ് പതിപ്പിച്ച് നൽകുന്ന ഭൂമിയിൽ താമസിക്കുന്ന ആൾക്കാരുള്ളൂ. എനിക്ക് അവർക്ക് പട്ടയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അതായത് ഒരു 3-4 വീട്, കുറച്ച് വീടേ ഉള്ളൂ. ഇങ്ങോട്ടില്ല, ഇങ്ങോട്ട് ഇനി താമസമില്ല. അത് നമ്മൾ മേമുട്ടം ഭാഗത്തേക്ക് പോകുമ്പോൾ കുറച്ച് എൻക്രോച്ച് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, അവിടെ താമസിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി ടാക്സി ജീപ്പുകളൊക്കെയാണ് കൂടുതലും. നമ്മൾ ഈ ഒരു മലയുടെ അപ്പുറത്ത് മലയാണ് മേമുട്ടം, ഇതുപോലെ തന്നെ ഒരു സ്ഥലമാണ്, ഇത്ര മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഈ മലയുടെ അപ്പുറത്ത് കേട്ടോ. നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഒരു ദിവസം നമുക്കത് പോവാം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അതോടൊപ്പം തന്നെ ഈ വഴി ഉണ്ടല്ലോ ഇപ്പൊ ഈ കാണുന്നത്, ഇങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ ശരിക്കും എന്താണ് നമുക്ക് കാണാനുള്ളത്? നമ്മൾ കാണാനുള്ള ഇതുപോലെ തന്നെ ഇനി കുറച്ചുകൂടെ അങ്ങോട്ട് പോലെ തേയിലത്തോട്ടം ഉണ്ട്. ഇതുണ്ടോ അവിടെ തേയില? തേയില എന്ന് വെച്ചാൽ നല്ല രസമുള്ള ഒരു സ്ഥലമാണ്. ഭയങ്കര ഒരു എന്നാ പറയുക, നമ്മളൊരു കുറച്ച് പോയ ഓഫ് റോഡാണ്, ഓഫ് റോഡ് പോയ കുറച്ച് പോയി ടാർ വരും. പിന്നെ തേയിലത്തോട്ടം നമ്മൾ ആ ഒരു പോണം. പിന്നെ തേയിലത്തോട്ടത്തിൽ പ്രത്യേകത വെച്ചാൽ അവിടെ അധികം ആൾക്കാരില്ല. അതായത് ഏലപ്പാറ പോകുന്നവരിക്കും, കണ്ടിട്ട് എനിക്ക് അങ്ങനെ ഒരു ഫീൽ തോന്നുന്നു. അതെ, നല്ല രസമുള്ള സ്ഥലം. പിന്നെ അല്ല കൂടുതൽ ഏറ്റവും നല്ല ആളുകൾ അധികം ഇല്ല, നമുക്ക് വളരെ ക്വയറ്റുള്ള ഒരു യാത്രയാണ്. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോ ഗ്രാമങ്ങളൊക്കെ ഉണ്ടോ? ഇല്ല, ഇനി ഉളുപ്പുണ്ണിയിലോട്ടുള്ളൂ. ഇനി ഇടയ്ക്ക് ആൾക്കാർ താമസിക്കുന്നില്ലെന്ന് ചിലപ്പോ ഉണ്ടാവും. എസ്റ്റേറ്റിന്റെ ആണ്. അപ്പൊ എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു യാത്ര ഒരു വലിയ മുതൽക്കൂട്ടായി. അനൂപ് നേരത്തെ വന്നുകൊണ്ട് അനൂപിന് ഇതൊരു ഒത്തിരി അല്ലാന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ശരിക്കും മഴക്കാലത്ത് ഇങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നു. ഞാൻ വന്ന് ഏകദേശം ഒരു ഡിസംബർ ആ ഒരു സമയത്തൊക്കെ വന്നേക്കണം. എന്തായാലും പച്ചപ്പുണ്ടായിരുന്നു. ശരിക്കും മഴയുള്ളപ്പോഴാണ് പച്ചപ്പ് നല്ലൊരു ഭംഗി. പിന്നെ കോട വരുന്നത് അതൊക്കെ ഒരു ഫീൽ അല്ലേ കാണാനായിട്ട്. നമ്മൾ വരുന്ന വഴിയിലൊക്കെ ആണെങ്കിലും കണ്ടു കോട പോകുന്നതൊക്കെ എന്ത് ഭംഗിയുള്ള ഒരു കാഴ്ച. ഇവിടെ നമുക്ക് എത്ര സമയം വേണം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് മൊട്ടക്കുന്നിലേക്ക് വേണമെങ്കിൽ കയറിയിട്ട് അവിടേക്ക് ഇരിക്കുകയോ ചെയ്യാം. അവിടേക്ക് എത്ര നേരം വേണം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ നല്ലൊരു യാത്രികനായിട്ട് വന്നാൽ എത്ര സമയം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാം. അത്രയും നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അതെ, നിങ്ങള് മറ്റു വണ്ടികൾ ഈ വഴി വന്നാലേ ഉറപ്പാണ്. ഉളുപ്പുണ്ണിന്ന് വരുവാണെങ്കിൽ ചെറുവണ്ടികൾ വേണമെങ്കിൽ കയറി വരും ഈ വഴിയിൽ. ഇവിടെ വന്നപ്പോ ഒരു ഫ്രോങ്സ് കിടക്കുന്നുണ്ട്. ഞാനും അങ്ങനെ ആലോചിച്ചു, എങ്ങനെയാ വണ്ടി വന്നു നമ്മൾ വന്ന വഴി കൂടെ. അതെ അതെ, നമ്മൾ ചോദിച്ചു പുള്ളിയോടെ. അപ്പൊ പുള്ളി പറഞ്ഞു ഈ വഴി കൂടെ വന്നു. അതെ, പുള്ളി തൃശ്ശൂരിൽ എങ്ങാണ്ട് വന്നതല്ലേ, എനിക്ക് വേണേ വീഡിയോയിൽ കണ്ടാൽ വന്നായിരിക്കും. പക്ഷേ എന്തായാലും പുള്ളി ഇവിടെ വന്നു ഈ വാഹനമായിട്ട്. അപ്പൊ പുള്ളി പറഞ്ഞു ഇവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, ഒരു 1 കിലോമീറ്റർ മാറി കഴിഞ്ഞാൽ ടാർട്ട റോഡാണ്, പിന്നെ അനായാസം പോകാൻ പറ്റും. പിന്നെ വാഗമൺ റൈറ്റ് തിരിഞ്ഞ വാഗമൺ നേരെ പോകാം. അപ്പൊ നമ്മൾ വന്ന വഴിയിൽ എന്തായാലും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സാധാരണ SUV ടൈപ്പ് അല്ലാത്ത വണ്ടികൾ കൊണ്ട് പോരുമ്പോൾ ചെറിയൊരു പാറക്കല്ലുണ്ട്, അവിടെ അടിയിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു അവസരത്തിൽ ഒരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട്. ഒരുപാട് യാത്ര നമ്മൾ കേരളത്തിലാണ് ചെയ്തല്ലോ, കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഒത്തിരി യാത്ര ചെയ്തു. പക്ഷെ നമ്മുടെ കേരളത്തിൽ അത്യാവശ്യം യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള കുറച്ച് 1-2 സ്ഥലങ്ങൾ പറയാമോ, എടുത്തു പറയുകയാണെങ്കിൽ? അതിൽ എടുത്തു പറയാനാണെങ്കിൽ ആദ്യമേ പറയുകയാണെങ്കിൽ എൻ്റെ സ്വന്തം ജില്ല എന്ന് നിങ്ങൾ പറയരുത്, ഇടുക്കിയിലെ അല്ല. പക്ഷേ ഇടുക്കിയിലെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതൊരു വേറൊരു ടെറൈനാണ്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് പാലക്കാട്. പാലക്കാട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ പാലക്കാടിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലംകോടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നല്ല കാഴ്ചകൾ കാണാം. ആ ഒരു നല്ല കാഴ്ച കിട്ടണമെങ്കിൽ കൊല്ലംകോട് പോകണം. പാടശേഖരങ്ങളും കൃഷി സ്ഥലങ്ങളും അതോടൊപ്പം തന്നെ പഴയ വീടുകളും അതൊക്കെ ഒരു പ്രത്യേക ഫീലാണ്. ഒരു ഗ്രാമത്തിന്റെ ഭംഗി ഏറെക്കുറെ ഇങ്ങനെ നമ്മുടെ ചിത്രകാരന്റെ ഭാവനയിലേക്ക് വരച്ചു വെച്ചപോലെ പാലക്കാടാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം പറയുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ രണ്ടാമത് പറയുകയാണെങ്കിൽ ഇടുക്കിയും വയനാടൊക്കെ എനിക്ക് ഇടുക്കിയും വയനാട് എനിക്ക് പത്തനംതിട്ട ഏകദേശം ഒരു സെയിം ഉള്ള ഒരു സ്ഥലങ്ങളാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരുപാട് യാത്രകൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ യാത്ര ചെയ്യുമ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നതാണ്, നിങ്ങൾക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്ന് പല ആൾക്കാരും ചോദിക്കാറുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ കേരളം തന്നെയാണ് കുറച്ചുകൂടെ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം. കാരണം എല്ലാ സംഭവങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. മലയാണെങ്കിലും കടലാണെങ്കിലും വെള്ളച്ചാട്ടമാണെങ്കിലും അങ്ങനെ ഒരുപാട് നല്ല. എനിക്ക് കേരളത്തിലുള്ള കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ കേരളത്തിൽ ഇഷ്ടമല്ലാത്തുള്ളൂ. യാത്ര ചെയ്യുന്നവർക്ക് എല്ലാവർക്കും കേരളത്തിൽ ഇഷ്ടം. പല ആൾക്കാരും കേരളത്തിലോട്ട് വന്ന ഒരു രക്ഷയില്ല എന്റെ പൊന്നേന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമ്മുടെ കേരളത്തിന്റെ ഒരു ഭംഗി നിങ്ങൾക്ക് അത് വേറെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയി നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് കേരളം എത്ര ഭംഗിയാന്നുള്ളത്. തീർച്ചയായിട്ടും ഇതാണ് ഞാൻ പറഞ്ഞത്. വേറൊരു സംസ്ഥാനത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കൂടെ കിട്ടുന്ന ഒരു കാഴ്ച അല്ലെങ്കിൽ അനുഭവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം വേറെ ഉണ്ടായില്ല. കേരളത്തിന് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ തന്നെ പറഞ്ഞ പോലെ പല സ്ഥലങ്ങളും നമുക്ക്
ആലപ്പുഴ പോയി കഴിഞ്ഞാൽ അത് വേറൊരു ടെറൈനാണ്, അവിടുത്തെ കാഴ്ചകൾ വേറെയാണ് അല്ലെ. ഇടുക്കിയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേന് വേറൊരു കാഴ്ചയാണ്, മൂന്നാറിലേക്ക് പോകുമ്പോൾ അവിടെ വേറൊരു കാഴ്ചയാണ് അല്ലെ, ഡാമിന്റെ കാഴ്ചകൾ, റിസർവയറിന്റെ കാഴ്ചകൾ, അങ്ങനെ എല്ലാം കൂടെ ഒത്തിടങ്ങുന്ന ഒരു ഭൂപ്രദേശമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അതാണ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വിശേഷിപ്പിക്കുന്നത് തന്നെ അല്ലെ. അവിടെ നമ്മൾ ജനിക്കാൻ സാധിച്ചതിൽ വളരെ എന്താ പറയുക, ദൈവത്തോട് ഒരുപാട് നന്ദി കേട്ടോ. തീർച്ചയായും നല്ലൊരു കാര്യമാണ്. കേരളത്തിൽ ജനിച്ചെന്ന് പറയുമ്പോൾ തന്നെ ഒരു നമ്മൾ വെളിയിലൊക്കെ പോയിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാനെങ്കിൽ നമ്മൾ പല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ എവിടെ നിന്നാന്ന് പറയും, ഇന്ത്യ എന്നാണ് നമ്മൾ പറയും. പക്ഷെ എന്നാൽ ഇന്ത്യയിൽ എവിടെയാന്ന് ചോദിക്കുമ്പോൾ കേരളം, ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറയുന്നത് വാക്കതാണ്. നമ്മളധികം അങ്ങനെ ഉപയോഗിക്കാറില്ല അല്ലേ, നമ്മളെ കേരളീയർ അങ്ങനെ അധികം ഉപയോഗിക്കാൻ കണ്ടിട്ടില്ല. പക്ഷെ മറ്റ് സംസ്ഥാനക്കാരും മറ്റ് രാജ്യക്കാരും അത് ഉപയോഗിക്കുന്നത് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മുടെ 2 വെള്ളച്ചാട്ടങ്ങളും 2 മലകളും കാണിച്ചു അവൾ ഞെട്ടും. അന്നമാതിരി സ്ഥലങ്ങളുണ്ടല്ലോ. അതാണ്. അപ്പൊ എങ്ങനെയാണ് കേട്ടോ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് അങ്ങ് നീണ്ടുപോകും. എന്തായാലും ഈ ഒരു സ്ഥലത്തെ കാഴ്ചകളും ഭംഗികളൊക്കെ നിങ്ങൾ ആസ്വദിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും നമ്മളിനി തിരിച്ചു പോവുകയാണ്. എന്തായാലും ഉളുപ്പുണ്ണിക്ക് പോകാനുള്ള ഇനി സമയമില്ല. ഏകദേശം ഒരു 5 കിലോമീറ്ററോളം സഞ്ചരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഉളുപ്പുണ്ണി എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അത് മറ്റൊരു അവസരത്തിൽ നമുക്ക് പോകുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു യാത്ര നമുക്ക് തൽക്കാലം കവന്ത വ്യൂ പോയിന്റിൽ നിന്ന് കവന്ത 3 അക്ഷരമുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലം പ്ലേസ് ആണ് കവന്ത വ്യൂ പോയിന്റ്. ഞാൻ ഇതിന് പേരും കിട്ടും, കവന്ത വ്യൂ പോയിന്റ്. നമുക്ക് സ്വന്തമായിട്ട് ഇടാം. അപ്പോൾ ആ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് താൽക്കാലികമായിട്ട് വിട പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ തിരിച്ചിനി മൂലമറ്റം ഭാഗത്തേക്ക് പോകുന്നു. അവിടെ നിന്ന് നമ്മൾ പിന്നെയും യാത്രകളൊക്കെ തുടരുന്നതായിരിക്കും. എന്തായാലും ഇന്നത്തെ യാത്ര ഇവിടെ വെച്ച് താൽക്കാലികമായിട്ട് വൈൻഡപ്പ് ചെയ്തുകൊണ്ട് ഇനി അടുത്ത വീഡിയോയിൽ ഇടുക്കി ജില്ലയിലെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. അതുവരെ ഏവർക്കും ബൈ. ഓഫ് റോഡ് യാത്ര അവസാനിപ്പിച്ച് മെയിൻ റോഡിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മൾ പോയ വഴിയൊക്കെ നമ്മൾ തിരിച്ചിറങ്ങി കേട്ടോ. നല്ല കോടയായിരുന്നു. ആ കോടയൊക്കെ ആസ്വദിച്ച് നല്ല രീതിയിൽ നമ്മൾ ഇറങ്ങിങ്ങ് പോന്നു. അനൂപ് വിഷ്വലൊക്കെ എടുത്ത് നമ്മളെ സഹായിച്ചിരിക്കുകയാണ്. പ്രത്യേക താങ്ക്സ് ഒന്നുകൂടെ അനൂപിനോട് പറയുകയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.